മുകുന്ദൻ നായകനായി എത്തിയ ചിത്രം മാർക്കോ തിയേറ്ററുകളിൽ വലിയ വിജയമായി പ്രദർശനം തുടരുകയാണ്. ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായ മാർക്കോയ്ക്ക് ബോളിവുഡിലും ആരാധകർ ഏറെയാണ്. യുവാക്കൾ മാത്രമല്ല, കുടുംബാംഗങ്ങളും മാർക്കോ കാണാൻ എത്തുന്നുണ്ട് എന്നാണ് ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ വീണ്ടും തിളങ്ങാൻ പോവുകയാണ് ചിത്രം കൊറിയയിൽ റിലീസിനൊരുങ്ങുകയാണ്. ബാഹുബലിക്ക് ശേഷം കൊറിയൻ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യപ്പെടുന്ന തെന്നിന്ത്യൻ ചിത്രമായിരിക്കും മാർക്കോ. ഏപ്രിൽ മാസത്തിലായിരിക്കും മാർക്കോയുടെ കൊറിയൻ റിലീസ്. എന്നാൽ ഇതിലൊരു അതിശയമെന്നാൽ ബാഹുബലിയുടെ സ്ക്രീൻ കൗണ്ടുമായുള്ള ഒരു താരതമ്യം കൗതുകമായിരിക്കുകയാണ്. ബാഹുബലി 2 സൗത്ത് കൊറിയൻ 24 സ്ക്രീനുകളിലാണ് 2017 റിലീസ് ചെയ്യപ്പെട്ടത്. എന്നാൽ അതിന്റെ 4 ഇരട്ടിയിലേറെ, അതായത് 100-ലേറെ സ്ക്രീനുകളിലാവും മാർക്കോ എത്തുക. ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് കൊറിയൻ മാർക്കറ്റിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സ്ക്രീൻ കൗണ്ടാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ദക്ഷിണ കൊറിയൻ എന്റർടൈൻമെന്റ്സ് മേഖലയിലെ വമ്പന്മാരായ നൂറി പിക്ചേഴ്സുമായി ഒരു സുപ്രധാന ഡിസ്ട്രിബ്യൂഷൻ കരാറാണ് മാർക്കോ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത് മാർക്കോയുടെ ചെറിയൊരു വിജയമല്ല, ചരിത്ര വിജയം തന്നെയാണ്. 1993 സ്ഥാപിതമായ നൂറി പിക്ചേഴ്സ് ദക്ഷിണ കൊറിയൻ ചലച്ചിത്ര വിതരണത്തിലെ ഒരു പ്രമുഖ ശക്തിയാണ്. കൊറിയൻ പ്രേക്ഷകർക്ക് ആകർഷകമായ അന്താരാഷ്ട്ര ഹോളിവുഡ് ഉള്ളടക്കം എത്തിക്കുന്നതിൽ എന്നും നൂറി പിക്ചേഴ്സ് മുന്നിലുണ്ട്. വൈവിധ്യമാർന്നതും ഉയർന്ന നിലവാരമുള്ളതുമായ സിനിമകളോടുള്ള കമ്പനിയുടെ സമർപ്പണം ഏഷ്യൻ ചലച്ചിത്ര വ്യവസായത്തിലെ ഒരു വിശ്വസനീയമായ പേരായി നൂറി പിക്ചേഴ്സിനെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാഹുബലിയേക്കാൾ കൂടുതൽ സ്ക്രീനുകളിലേക്ക് മാർക്കോ എത്തുമ്പോൾ ഉണ്ണി മുകുന്ദന്റെ ചരിത്ര വിജയമായി തന്നെ മാർക്കോ മാറും. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.